ചില ചലച്ചിത്രകാരന്മാർ തങ്ങളുടെ സിനിമയ്ക്കുള്ള പ്രമേയവും കഥാപാത്രങ്ങളെയുമെല്ലാം രാഷ്ട്രീയത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും സമകാലീന ജീവിതത്തിൽ നിന്നും സ്വീകരിക്കാറുണ്ട്. സീൻ പെൻ സംവിധാനം ചെയ്ത പ്രശസ്ത ഹോളിവുഡ് സിനിമയായ ഇൻ ടു ദ വൈൽഡും ഡാനി ബോയിലിന്റെ 127 ഹവേഴ്സും റൊമൻ പോളസ്കിയുടെ ദി പിയാനിസ്റ്റുമെല്ലാം തന്നെ ഇങ്ങനെ ചരിത്രത്തിൽ നിന്നും സമകാലീന ജീവിതത്തിൽ നിന്നെല്ലാം എടുത്ത സംഭവങ്ങളും കഥാപാത്രങ്ങളുമാണ്. നമ്മുടെ ആടുജീവിതവും എന്ന് നിന്റെ മൊയ്തീനും തലപ്പാവുമെല്ലാം തന്നെ ഇങ്ങനെ യഥാർത്ഥ സംഭവങ്ങളെ അധികരിച്ചിറക്കിയ സിനിമകളാണ്. എന്നാൽ അതിൽ നിന്നും വേണു നാഗവള്ളി ആദ്യമായി കഥ എഴുതി സംവിധാനം ചെയ്ത സുഗമോ ദേവി എന്ന സിനിമയുടെ വ്യത്യാസം അത് വേണു നാഗവള്ളിയുടെ തന്നെ സ്വന്തം ജീവിതത്തിൽ നിന്നും പറിച്ചെടുത്ത ഒരു ഏടാണ് എന്നുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ദുരന്തം അത് ഒരിക്കലും വിട്ടുമാറാത്ത ഒരു വിങ്ങലായി അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നത് അടക്കാനാവാതെ 15 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അത് ഒരു സിനിമയാക്കി മാറ്റി. അതാണ് സുഗമോ ദേവി. യഥാർത്ഥത്തിൽ സുഗമോ ദേവി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിറഞ്ഞു നിന്ന അടക്കാനാവാത്ത വേദനയുടെ വിരഹത്തിന്റെ സർഗാത്മക പ്രകാശനമാണ്. നിലച്ചിരിക്കാതെ തന്നെ വിട്ടുപോയ ആത്മാർത്ഥ സുഹൃത്തിന്റെ വിട്ടുപോകാത്ത ഓർമ്മകളെയാണ് അദ്ദേഹം സുഗമോ ദേവിയാക്കി മാറ്റിയത്. വേണു നാഗവള്ളി CET കോളേജിൽ എഞ്ചിനീയറിംഗിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു സൈമൺ എന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ. നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായ, സംഗീതം മനസ്സിൽ കൊണ്ടു നടക്കുന്ന, നന്നായി പാട്ട് പാടാൻ അറിയാവുന്ന സൈമൺ, ജീവിതത്തെ ആഘോഷമാക്കാൻ ശ്രമിക്കുന്ന സൈമൺ, ഈ ഭൂമിയിലെ ഓരോ നിമിഷവും ആസ്വദിക്കാനുള്ളതാണെന്നും ഒരു നിമിഷം പോലും കളയാനില്ലെന്നും ഉറച്ചു വിശ്വസിക്കുന്ന സൈമൺ, ആൺപെൺ വ്യത്യാസമില്ലാത്ത സൗഹൃദ കൂട്ടായ്മകളുടെ ഇടയ്ക്ക് അവരുടെ ആരാധനാപാത്രമായ സൈമൺ, പാട്ടും ഡാൻസും കളിയുമായി ജീവിതത്തിന്റെ ഓരോ നിമിഷവും ആർത്തിയോടെ ആഘോഷിക്കുകയായിരുന്നു സൈമൺ. സൈമണിന്റെ കൂടെയായിരുന്നു 24 മണിക്കൂറും വേണു നാഗവള്ളി. എന്നാൽ രണ്ടുപേരും സ്വഭാവം കൊണ്ടും ചിന്ത കൊണ്ടും വിപരീത ധ്രുവങ്ങളിലായിരുന്നു. ഒരാൾ ജീവിതത്തെ ആഘോഷമാക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റേയാൾ ജീവിതത്തിന്റെ നിരർത്ഥകതയും അർത്ഥവും അന്വേഷിച്ച് ചിന്തയിലാണ്ട് ഭൂരിപക്ഷ സമയവും മൗനിയായി കേൾവിക്കാരനായി മാറാൻ ഇഷ്ടപ്പെടുന്നതാണ്. എന്നാൽ ഇവർക്കിടയിലുള്ള ബന്ധം അതിഗാഠമായിരുന്നു. ചാർമിനാർ മണമുള്ള സൈമണിന്റെ മുറിയിൽ എപ്പോഴും അവന്റെ പതിഞ്ഞ താളത്തിലുള്ള ഗസലുകൾ ആസ്വദിച്ചുകൊണ്ട് വേണു കൂടെ ഉണ്ടായിരുന്നു. സൈമൺ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു. സെന്റ് ജോസഫ് സ്കൂളിൽ പഠിക്കുമ്പോൾ സ്റ്റേറ്റ് സ്കൂൾ കിരീടം നേടിയവൻ, അത്ലറ്റിക്സിൽ ഹർഡിൽസിൽ സ്റ്റേറ്റ് റെക്കോർഡ് നേടിയവൻ, കേരള യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ടീം അംഗം, കേരളത്തിനായി ഒരു സീസണിൽ 30-ലേറെ ഗോളുകൾ നേടിയ താരം. ഇങ്ങനെ നേട്ടങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ആ ചെറുപ്രായത്തിൽ തന്നെ സൈമൺ. കളിയിൽ മാത്രമല്ല പഠനത്തിലും മിടുക്കൻ. CETയിൽ നിന്നും സ്വർണ്ണ മെഡലോടുകൂടിയായിരുന്നു എഞ്ചിനീയറിംഗ് ബിരുദം. അക്കാലത്തെ പ്രശസ്ത ഫുട്ബോൾ ക്ലബായ ടൈറ്റാനിയത്തിന്റെ വിജയശില്പികളിൽ പ്രധാനിയായിരുന്നു സൈമൺ. കളി മാത്രമായിരുന്നില്ല, സംഗീതവും സൈമൺ വഴങ്ങുമായിരുന്നു. ഹാർമോണിയവും തബലയും മൗത്ത് ഓർഗനും എല്ലാം തന്നെ അനായാസമായി സൈമൺ വായിക്കുമായിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ ശാസ്ത്രീയമായി അദ്ദേഹം പഠിച്ചിട്ടുമില്ല. കണ്ടും കേട്ടും വഴങ്ങിയതാണ് ആ സംഗീതം. സൗഹൃദങ്ങളുടെ ഒരു വലിയൊരു വലയം തന്നെ സൈമൺ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ കോളേജുകളിലും ക്ലബ്ബുകളിലുമൊക്കെയുള്ള ഒരുപാട് പേരുമായി അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു സൈമൺ. സൈമൺ എല്ലാവർക്കും വേണമായിരുന്നു. എല്ലാ ഗാങ്ങിലും സൈമൺ ഉണ്ടായിരുന്നു. അങ്ങനെ ചുറുചുറുക്കുള്ള ജീവിതത്തെ ആഘോഷമാക്കിയ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ ആ ചെറുപ്പക്കാരൻ പെട്ടെന്നാണ് ഈ ലോകം വിട്ടുപോയത്. മരണം കടന്നു വന്നത് ഒരു ബൈക്ക് അപകടത്തിന്റെ രൂപത്തിൽ. സുഹൃത്തുക്കളോടൊപ്പമുള്ള ആഘോഷത്തിനൊടുവിൽ അവരോടെല്ലാം യാത്ര പറഞ്ഞ് സൈമൺ തന്റെ സ്കൂട്ടറിൽ പുറപ്പെട്ടപ്പോൾ വേണു അറിഞ്ഞില്ല അത് അവസാന യാത്രയായിരിക്കുമെന്ന്. അങ്ങനെ ആ ആക്സിഡന്റും അതിനെ തുടർന്നുള്ള സൈമണിന്റെ മരണവും വേണുവിന്റെ ജീവിതത്തിൽ ഒരു ഇടുത്തിയായി മാറി. ഒരിക്കലും മറക്കാനാവാത്ത ആ ആഘാതത്തിൽ നിന്നും ഒരിക്കലും കരകയറാനാവാത്ത ഒരു അപകടമായിരുന്നു വേണുവിന്റെ ജീവിതത്തിൽ അത്. കുറെ കാലത്തെ അഭിനയത്തിന് ശേഷം തികച്ചും അപ്രതീക്ഷിതമായി വേണു നാഗവള്ളി ഒരു സിനിമ സംവിധാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിന്റെ കഥയ്ക്കായി വേണുവിന് മറ്റൊന്നും അന്വേഷിക്കേണ്ടതുണ്ടായിരുന്നില്ല. സ്വന്തം ജീവിതം തന്നെ മതിയായിരുന്നു വേണുവിന് ആദ്യ സിനിമയ്ക്കുള്ള കഥയൊരുക്കാൻ. വേണുവിന്റെ ആത്മാംശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നന്ദൻ എന്ന വേഷം ശങ്കർ ചെയ്തപ്പോൾ സൈമൺ എന്ന ആ സിനിമയിലെ നെടുന്തൂണായ ക്യാരക്ടറിനെ ആരെ കൊണ്ട് അഭിനയിപ്പിക്കുമെന്ന കാര്യത്തിൽ വേണു നാഗവള്ളിക്ക് യാതൊരു സംശയവുമില്ലായിരുന്നു. മോഹൻലാൽ സൈമണിനെ ഉൾക്കൊണ്ടുകൊണ്ട് സണ്ണിയായി മാറി.
സണ്ണിയുടെ കഥയിൽ വേണുവിന് പുതിയതൊന്നും സൃഷ്ടിക്കേണ്ടി വന്നില്ല. കാരണം സൈമണിന്റെ ജീവിതം ഏതൊരു സിനിമാ കഥയെയും വെല്ലുന്നതായിരുന്നു. ആ സിനിമയിലെ രംഗങ്ങൾ മാത്രമല്ല, സംഭാഷണങ്ങൾ പോലും വേണുവിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ എടുത്തതായിരുന്നു. സൈമണിൽ നിന്നും സണ്ണിയിലേക്കുള്ള തന്റെ മാറ്റത്തെപ്പറ്റി വേണു പറഞ്ഞത് ഇങ്ങനെയാണ്: സൈമണിനെ ദൈവം സൃഷ്ടിച്ച അതേ നിറക്കൂട്ടുകൾ കൊണ്ടാണ് സുഗമോ ദേവിയിൽ ഞാൻ എൻ്റെ സണ്ണിയെയും സൃഷ്ടിച്ചത്. ലാലിനല്ലാതെ ആ കഥാപാത്രത്തെ ഒരു നടനും ഉൾക്കൊള്ളാനാവില്ലായിരുന്നു. സൈമണിന്റെ എല്ലാ ഹീറോയിസവും ലാലിന്റെ സണ്ണിയിലുണ്ട്. ചാർമിനാർ വലിച്ച് കൂട്ടുകാരിയെ പിന്നിലിരുത്തി കോളേജിന്റെ പോർട്ടിക്കോയിൽ ബൈക്കിൽ വന്നിറങ്ങുന്ന, പാലസ് റോഡിലൂടെ ഉച്ചത്തിൽ പാട്ടുപാടി വണ്ടി ഓടിച്ചു പോകുന്ന സൈമണിന്റെ നേർപകർപ്പാണ് സണ്ണി. പാടുന്നതും ഫുട്ബോൾ കളിക്കുന്നതും സിഗരറ്റിന്റെ ആഷ് തട്ടിക്കളയുന്നതുമെല്ലാം തന്നെ സൈമൺ ചെയ്യുന്നത് അതേപടിയാണ് ലാൽ പകർത്തിയത്. മോഹൻലാലിന്റെ ചലച്ചിത്ര ജീവിതത്തിലെ ഏറ്റവും മികച്ച ട്രാജിക് ക്യാരക്ടറിൽ ഒന്നാണ് സുഗമോ ദേവിയിലെ സണ്ണി. കണ്ണീരടക്കാൻ കഴിയാതെയായിരുന്നു അന്ന് പ്രേക്ഷകർ തിയേറ്ററിൽ നിന്നും പുറത്തേക്കിറങ്ങിയത്. ഇന്നും നമ്മൾ ആ സിനിമ കാണുമ്പോൾ മോഹൻലാൽ അവതരിപ്പിച്ച സണ്ണി നമ്മെ എവിടെയൊക്കെയോ വേദനിപ്പിക്കും. വിട്ടുമാറാത്ത ഒരു വേദനയായി സണ്ണിയുടെ ഓർമ്മകൾ 4 പതിറ്റാണ്ടിനിപ്പുറവും പ്രേക്ഷകനെ പിന്തുടരുന്നതാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ എല്ലാവർക്കും